ഹലോ കൂട്ടുകാരെ, നമുക്കിന്നേ ഈ കൂർക്കയുണ്ടല്ലോ, കൂർക്കയും കൊണ്ട് നമുക്കൊരു ഇറച്ചി വേവിക്കുന്ന പോലെ വെക്കാം. നല്ല കറിയാണ് കേട്ടോ. കൂർക്കയുണ്ട്, അതിന് ഞാൻ 2 കൊച്ചു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത്, ഇതിനകത്ത് കറിവേപ്പിലയുണ്ട്, ഒരു പച്ചമുളകുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിനാവശ്യമുള്ളത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഗരം മസാല, ഇത്ര സാധനം മതി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിക്കുവാണ്. ചട്ടി ചൂടായിട്ടുണ്ട്, കടുകും പച്ചമുളകും ഇടുവാണ്. നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇത് ഒരു പച്ചമുളകുണ്ട്, കറിവേപ്പില, തേങ്ങാപ്പാൽ. ലേശം ഉപ്പ്, നമുക്ക് കൊച്ചുള്ളിയും കൊണ്ടിടാം. നമ്മൾ ബീഫിനൊക്കെ നമ്മൾ കൊച്ചുള്ളിയല്ല ഉപയോഗിക്കുന്നത്, നാടൻ വേവിച്ച്. അതുപോലെ തന്നെ നമ്മുടെ കൂർത്തി, നമ്മളുടെ കൂർത്തിയെന്ന് പറയും, ചീവക്കിഴങ്ങെന്ന് പറയും. നമുക്ക് കൂർക്ക കൊണ്ട് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. പിന്നെ നമ്മൾ ബീഫിനകത്ത് കൂർക്കയിട്ട് ഇറച്ചി വെച്ചാൽ നല്ല അത് കേട്ടോ. ഒന്ന് വഴണ്ട് വരട്ടെ. ഞാൻ തക്കാളിക്കവിടെ നോക്കിയാണ്. നമ്മുടെ സാധനമെല്ലാം വഴണ്ടിട്ടുണ്ട്. കൂർക്കയും തേങ്ങാക്കൊത്തലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ മല്ലിപ്പൊടിയുണ്ട്, അതിനകത്ത് മുളക് പൊടിയുണ്ട്, ഗരം മസാല, കായം, കുരുമുളക്, മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ ഇതിനകത്തോട്ടിടുവാണ്. വഴറ്റിയെടുക്കാം. മസാലകളെല്ലാം നമുക്ക് വേവാനുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഇതൊന്ന് വെന്ത് ഒന്ന് കുറുകി പറ്റട്ടെ. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. കൂർക്ക ഇറച്ചിക്കറി പോലെ നല്ല കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയായിരുന്നേ, ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പം നമുക്ക് നോയമ്പ് സമയത്ത് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതല്ലേ. അപ്പം എല്ലാവർക്കും ബീഫയുടെ ഇറച്ചിക്കറി ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. സ്റ്റൗ ഓഫ് ആക്കുവാണേ.